മൈ ഡിയർ ചിൽഡ്രൻ, +1 കമ്പ്യൂട്ടർ സയൻസ് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. 12 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 12 ചാപ്റ്റേഴ്സ് 12 വീഡിയോ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം നമുക്ക് വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനോ വീഡിയോ കാണാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ പഠിക്കാനും നോക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾക്കൊന്ന് മറിച്ച് നോക്കിയാൽ മതി, പെട്ടെന്ന് ഓർമ്മ വരും. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും അതുപോലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ സെഷനാണ് ഇവിടെ. അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലേക്ക് വരാം. ദി ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. കമ്പ്യൂട്ടിംഗ് വിജ്ഞാന ശാഖ, ഇതാണ് നമ്മൾ യൂണിറ്റിൻ്റെ പേര്. ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് 2 പ്രധാനപ്പെട്ട ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് കൗണ്ടിങ് ആൻഡ് ദി എവല്യൂഷൻ ഓഫ് ദി പൊസിഷണൽ നമ്പർ സിസ്റ്റം. കൗണ്ടിങ്, എങ്ങനെയായിരുന്നു എണ്ണൽ. അതുകൂടാതെ നമ്പർ സിസ്റ്റം നമുക്കറിയാം. ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു, എവിടെ മുതലാണ് നമ്പർ സിസ്റ്റം തുടങ്ങിയത്, അതെങ്ങനെയൊക്കെയായിരുന്നു, ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റംസ് ഏതൊക്കെയായിരുന്നു, അതാണ് ആദ്യത്തെ ടോപ്പിക്കിൽ നമ്മൾ റിവൈസ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല, ഒരു ടേബിൾ തന്നിട്ട് അതൊന്ന് അനലൈസ് ചെയ്യുന്നേ ഉള്ളൂ. സെക്കൻഡ് ടോപ്പിക് ഇസ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് എത്താനുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ തലമുറകളാണ് നമ്മൾ പിന്നിട്ടത്, അതാണ് ജനറേഷൻസ്. Now come to the first topic, counting and the evolution of the positional number system. നമ്പർ സിസ്റ്റത്തിൻ്റെ വളർച്ച. അപ്പോൾ എന്താണ് ഒരു നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? A number system is a method in which we represent numbers. നമ്പർ എഴുതുന്നതിനുള്ള വിവിധ രീതികളെയാണ് നമ്പർ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഒരു നമ്പറിനെ നമുക്ക് പല രീതിയിൽ എഴുതാം, പല മെത്തേഡിൽ എഴുതാം. അപ്പോൾ അങ്ങനെ പല രീതികളിൽ ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് നമ്പർ സിസ്റ്റംസ് എന്ന് പറയാം. So a number system is a method in which we represent numbers. നമ്പർ എഴുതുന്നതിനുള്ള, സംഖ്യകൾ എഴുതുന്നതിനുള്ള പലതരത്തിലുള്ള രീതികൾ, അതാണ് നമ്പേഴ്സ്. ഏതൊക്കെയായിരുന്നു മുമ്പുണ്ടായിരുന്ന നമ്പർ സിസ്റ്റംസ്? ഓക്കെ, അതിന് നമുക്കൊരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ടേബിളിൽ വലിയൊരു ടേബിളാണ്, അത് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. 7 നമ്പർ സിസ്റ്റമാണുള്ളത്. 7 നമ്പർ സിസ്റ്റം. ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം, സമേറിയൻ, അതിനെ സുമേറിയൻ എന്നും വായിക്കാറുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, സുമേറിയൻ. ഓക്കെ, അതിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് ബാബിലോണിയൻ, ചൈനീസ്, ഗ്രീക്ക് ഓർ ലോനിയൻ നമ്പർ സിസ്റ്റം, റോമൻസ്, മയൻസ് ആൻഡ് ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം. ഇത്രയും 7 നമ്പർ സിസ്റ്റമാണുള്ളത്. ഈ പേരെന്നും അതെന്ന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ കോളമാണ്. ഈ കോളം ഏതാണ്? ബേസ് അല്ലെങ്കിൽ റാഡിക്സ്. എന്താണ് ബേസ് എന്ന് പറഞ്ഞാൽ? ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഏതോ നമ്പർ സിസ്റ്റം ഉപയോഗിക്കുക. നമ്മൾ സാധാരണ നമ്പേഴ്സ് എങ്ങനെ ഉപയോഗിക്കുക? 0, 1, 2, 3, 4, 5 അങ്ങനെ 9 വരെയുള്ള സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്പർ, ഏത് നമ്പറും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ 10 സിമ്പിൾസ് അല്ലേ ഉള്ളത്? 0 മുതൽ 9 വരെ 10 സിമ്പിൾസാണ്. അപ്പോൾ ഈ 10 സിമ്പിൾസ് ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം അതിൻ്റെ ബേസ് 10 ആണെന്ന്. ഓക്കെ, ബേസ് 10 ആണ്. അപ്പോൾ ഒരു നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസിൻ്റെ എണ്ണത്തിനെയാണ് ബേസ് എന്ന് പറയുക. എത്ര സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുക, ആ എണ്ണത്തിനെയാണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയാം. ഓക്കെ, ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10 ആണെന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റത്തിൽ 10 സിമ്പിൾസ് ഉപയോഗിക്കാം നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 10 എന്നുള്ളത് വേറെ 3 നമ്പർ സിസ്റ്റത്തിനും കൂടി ഉണ്ട്. ഓക്കെ, ഈ 4 നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10 ആണ്. അപ്പോൾ ഈജിപ്ഷ്യൻ, ചൈനീസ്, ദെൻ ഗ്രീക്ക് ഓർ ലോനിയൻ ആൻഡ് ഹിന്ദു അറബിക് സിസ്റ്റം, ഇത് 4 എണ്ണത്തിനും 10 ആണ്. അപ്പോൾ 7 എണ്ണത്തിലെ 4 എണ്ണത്തിന് 10 ആണ് ബേസ് ഉള്ളത്. ഓക്കെ, ഇനി അത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതിൻ്റെ പേര് ഓർക്കാനാണെങ്കിൽ. പിന്നെ ഉള്ളത് 3 എണ്ണം അല്ലേ, 7 എണ്ണത്തിൽ 3 എണ്ണമാണുള്ളത്. പിന്നെ ഈ റോമൻ എന്നുള്ളത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. റോമൻ ലെറ്റർ കേട്ടില്ലേ നമ്മൾ? റോമൻ ലെറ്റർ 1, പിന്നെ 2, 2 വരെ ഇങ്ങനെ ഇടും, 2, 3 ഇങ്ങനെ 3 വരെ ഇടും. 4-ന് നമ്മൾ 1 ഇട്ടിട്ട് ഒരു 5 ഇടും, 4 ഇടും. പിന്നെ 5-ന് നമ്മൾ ഇങ്ങനെ ഇടും, 10-ന് നമ്മൾ ഇങ്ങനെ ഇടും. അപ്പം ഇങ്ങനെ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് റോമൻ നമ്പർ സിസ്റ്റം എന്ന് പറയാം. ഈ റോമൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 7 ആണ്. ഏറ്റവും ചെറിയ ബേസ് ഉള്ളത് ഇതിനാണ്, ഈ സിസ്റ്റത്തിൽ കേട്ടോ. ഇവിടെ ഈ 7 എണ്ണത്തിൽ ഏറ്റവും ചെറുത് 7 ആണ്. അപ്പോൾ റോമൻ സിസ്റ്റത്തിൽ 7 ആണ്.
ഓക്കെ. പിന്നെയുള്ളത് ഒരു 20 ഉണ്ട്. 20. അപ്പോൾ റോമൻ നിങ്ങൾക്കറിയാലോ, റോമൻ ലെറ്റർ നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ റോമനിൽ 7 ഉണ്ട്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സാണ് IVXLCDM. ഓക്കെ. 1, 5, 10, 50, 50, 100, 500, 1000 അങ്ങനെയാണ് അതിൻ്റെ ഓരോ വാല്യൂവും വരിക. ഓക്കെ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും പഠിക്കേണ്ട. അപ്പോൾ 7ആണ് നമ്പർ സിസ്റ്റത്തിലെ ബേസ് എന്ന് ഓർത്തിരിക്കാം. പിന്നെയുള്ളത് മായൻസ് നമ്പർ സിസ്റ്റം. മായൻസ് നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 20 ആണ്. 20 എന്ന് പറയുമ്പോൾ അവർ 20 എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ കയ്യിലും കാലിലും മൊത്തം 20 വിരലുകളുണ്ട്. അതിനെ കൺസെപ്റ്റ്, ആ ഒരു ബേസാണ് അവർ ഈ മായൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് ആയിട്ട് എടുത്തുള്ളത്. നമ്പർ ഓഫ് ഫിംഗേഴ്സ്, വിരലുകളുടെ എണ്ണമാണ് 20. ആ 20 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മായൻസിനെ ഓർത്തിരിക്കാം. പിന്നെ വേറെ എന്നുള്ളത് ഏതാണ്? 60, ഏറ്റവും വലിയ, ദി ലാർജസ്റ്റ് നമ്പർ സിസ്റ്റം വിത്ത് ലാർജസ്റ്റ് ബേസ്, ഏറ്റവും വലിയ ബേസ് ഉള്ള നമ്പർ സിസ്റ്റമാണ് സമേറിയൻ ഓർ ബാബിലോണിയൻ. അതിൻ്റെ ബേസ് എത്രയാണ്? 60. അപ്പോൾ ഏറ്റവും വലുത് 60. ചില ഐഡിയ ഒക്കെ നിങ്ങൾ വെച്ച് ഓർത്തിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഏറ്റവും വലുത് 60, ഏറ്റവും ചെറിയ ബേസ് ഉള്ളത് 7ആണ് റോമൻസിനുള്ളത്. ഓക്കെ. പിന്നെ ഉള്ളത് 10 എന്നുള്ളത് 4 എണ്ണത്തിനുണ്ട്. പിന്നെ മായൻസിന് 20. അപ്പോൾ മായൻസിൻ്റെ ഏതാണെന്ന് ചോദിച്ചാൽ മായൻസ്, റോമൻസ്, സമേറിയൻ, ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. മായൻസിൻ്റെ 20ആണ്. ആ വിരലിൻ്റെ എണ്ണം ഓർത്തിരുന്നാൽ മതി. മായൻസ് 20 വിരലുകൾ. റോമനിൽ പിന്നെ നമ്മൾ 7 സിമ്പിൾസ് ആണ് ഉപയോഗിക്കുക. ഏറ്റവും വലുത് സമേറിയൻ. അപ്പോൾ ഈ 3 അല്ലാത്തത് ഏത് ചോദിച്ചാലും അതിൻ്റെ ബേസ് 10 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ബേസ് എന്നുള്ളത് ഒരു നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസ് ആണ്. ഓക്കെ. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ലാസ്റ്റിലെ ഹിന്ദു അറബിക് സിസ്റ്റത്തിന് മാത്രമേ 0ക്ക് ഒരു സിമ്പിളുള്ളൂ. ബാക്കി ഈ ഗ്രീക്കിനാണെന്നുണ്ടെങ്കിലും റോമൻസിനാണെന്നുണ്ടെങ്കിലും ചൈനീസിനാണെന്നുണ്ടെങ്കിലും അവർക്കൊന്നും 0 എന്നുള്ള സിമ്പിൾ ഉണ്ടായിരുന്നില്ല. 0 എന്നുള്ള സിമ്പിൾ ആർക്ക് മാത്രമേ ഉള്ളൂ? ഹിന്ദു അറബിക് സിസ്റ്റത്തിൽ മാത്രമേ നമ്മുടെ 0 എന്നുള്ള സിമ്പിൾ ഉപയോഗിക്കുള്ളൂ. ഇവിടെ സമേറിയനിലാണെന്നുണ്ടെങ്കിൽ അവരൊരു ബ്ലാങ്ക് സ്പേസ് ആണ് ഉപയോഗിക്കുക. ഒരു ബ്ലാങ്ക് സ്പേസ് ഉപയോഗിച്ചിട്ടാണ് 0 റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ബ്ലാങ്ക് സ്പേസ് ആണ് അവിടെ ഉപയോഗിക്കുക. 0 റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 0 എന്നുള്ള സിമ്പിൾ എവിടെ മാത്രമേ വരുന്നുള്ളൂ? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ടൈപ്പ് നമ്പർ സിസ്റ്റമാണ് ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം. അതിലാണ് 0 എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി ഒരു നമ്പർ സിസ്റ്റത്തിലും 0 ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചറായിട്ട് നമുക്കിങ്ങനെ പറയാം, ഇവിടെ ബാക്കി ഒരു നമ്പർ സിസ്റ്റത്തിലും 0ക്ക് സിമ്പിൾ ഇല്ല, ഹിന്ദു അറബിക്കിൽ മാത്രമേ 0 ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് നമ്പർ സിസ്റ്റം? ബേസ് ഇങ്ങനെയാണ്, ഇതൊന്ന് ഓർത്തിരിക്കണം. ഏതൊക്കെയാണ് ബേസ് ഉള്ളത്? 10, 20, 60, 7. ഓക്കെ. ഇനി അതിൻ്റെ റിമാർക്സ്. ഈജിപ്ഷ്യനിലാണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ്, നമ്മൾ അറബി എഴുതൂല്ലേ, അറബി എഴുതുന്ന രീതിയിലാണ് നമ്മൾ ഈജിപ്ഷ്യൻസ് ഒക്കെ നമ്പർ എഴുതിയിരുന്നത്. ഇപ്പോൾ 23 ആണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ എഴുതാം? ആദ്യം 2 എന്ന് എഴുതും, പിന്നെ 3 എന്ന് എഴുതും, 23. നേരെ മറിച്ച് ഈജിപ്ഷ്യൻസ് ആണെങ്കിൽ 23 ആണെന്നുണ്ടെങ്കിൽ ആദ്യം 3 പിന്നെ 2 അങ്ങനെയാണ് എഴുതുക. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഓക്കെ. പിന്നെ ഇത് പറഞ്ഞു സമേറിയൻ ആണ് അതിൻ്റെ ലാർജസ്റ്റ് ബേസ് ഉള്ള നമ്പർ സിസ്റ്റം. ഇത് പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ബേസ്, ലാർജസ്റ്റ് ബേസ് ഉള്ള നമ്പർ സിസ്റ്റം ഏതാണ്? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ. ഇനി അടുത്തത് ജനറേഷൻസ്, കമ്പ്യൂട്ടറിൻ്റെ തലമുറകൾ. ബേസ്ഡ് ഓൺ വേരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, കമ്പ്യൂട്ടേഴ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ജനറേഷൻസ്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്, 5 ജനറേഷൻസ് ആണ് ഉള്ളത്. അതായത് ഓരോ ഡെവലപ്മെൻറ്റ് ടെക്നിക്കലായിട്ട് ഓരോ ഡെവലപ്മെൻറ്റ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ 5 ജനറേഷൻ്റെ ടേബിൾ ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ ആൻഡ് ഫോർത്ത്, ഫിഫ്ത്ത്. അതിൽ ഫസ്റ്റ് ഈ കോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിലും ചോദിക്കാറുണ്ട്. ഓരോ ജനറേഷനിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി ഏതൊക്കെയാണ് അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട നിവൃത്തിയുള്ളൂ. ഒന്നാമത്തേൽ വാക്യൂം ട്യൂബ്സ്, രണ്ടാമത്തേൽ ട്രാൻസിസ്റ്റർ, 3 IC, 4 മൈക്രോ പ്രോസസ്സർ, 5 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI. ഇതിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് 5th ജനറേഷനിൽ വരിക. അപ്പോൾ വാക്യൂം ട്യൂബ്, ട്രാൻസിസ്റ്റർ, IC, മൈക്രോ പ്രോസസ്സർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫസ്റ്റ് ജനറേഷനിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല, സെക്കൻഡ് ജനറേഷനിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള
ബാക്കിയുള്ള നമ്പർ സിസ്റ്റത്തിലൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് ചോദിക്കും. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ആൻഡ് തേർഡ്. അപ്പോൾ ഓരോ ജനറേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. അവസാനത്തെ 3 മാത്രമേ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ, ബാക്കി 2 ഇല്ല. പിന്നെ ലാംഗ്വേജസ് 3 ലാംഗ്വേജ് ഉണ്ട് നമുക്ക് അറിയാം. മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേൽ ഫസ്റ്റ് ജനറേഷനിൽ മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു, പിന്നെ അത് അസംബ്ലി ലാംഗ്വേജ് ആയി, പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ഇപ്പോഴൊക്കെ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസിലാണ് പ്രോഗ്രാം എഴുതുക. ഓക്കെ, പിന്നെ ഓർത്തിരിക്കേണ്ടത് അതിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം ഓരോ ജനറേഷനിലുള്ള കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു അത് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. വലിയ സൈസായിരുന്നു, അല്ലെങ്കിൽ റൂം സൈസൊക്കെ, ഒരു റൂമൊക്കെ വേണം ഒരു കമ്പ്യൂട്ടർ വയ്ക്കാൻ. അപ്പോൾ അത് വളരെ സ്ലോ ആയിരുന്നു, നല്ല പെട്ടെന്ന് ചൂടാവും, കുറേ പവർ വേണം, അല്ലെ ഇലക്ട്രിസിറ്റി കുറേ വേണം, അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ അതിനോട് കമ്പയർ ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒഴിവാക്കിയിട്ടാണ് സെക്കൻഡ് ജനറേഷൻ വരുന്നത്. അപ്പോൾ എന്തായിരിക്കും, ലാർജ് സൈസ് എന്നുള്ളത് സ്മോളറായി, അതൊന്നും കൂടി ഫാസ്റ്ററായി, ചിലവ് വളരെ കുറവാണ്, ലെസ് എക്സ്പെൻസീവാണ്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്, പവർ കുറച്ച് മതി, അങ്ങനെയൊക്കെ നമ്മൾ എഴുതാം. തേർഡ് ജനറേഷൻ നമുക്ക് അങ്ങനെ എഴുതാം, സ്മോളറാണ്, ഫാസ്റ്ററാണ്, ചീപ്പറാണ്, ലെസ് ഹീറ്റ്, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഏകദേശം അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ട ടെക്നോളജി ഓർത്തിരിക്കാം നിങ്ങൾക്ക് ഈസി ആയിട്ട്, അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസ് പറയാം, ലാംഗ്വേജ് ഓർത്തിരിക്കാം, അതുപോലെ ഫീച്ചേഴ്സ്. ഓക്കെ, ഒന്നാമത്തെ ഫീച്ചേഴ്സ്, ഫസ്റ്റ് ജനറേഷൻ്റെ ഫീച്ചേഴ്സ് അറിഞ്ഞാൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് എഴുതാം. സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷനൊക്കെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം? നമ്മൾ പറഞ്ഞ ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റത്തിനോടൊക്കെ ഏകദേശം സാമ്യമുള്ള നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഇതൊന്നും കൂടി നോക്കൂ. നമ്മുടെ നമ്പർ സിസ്റ്റം ആ ടേബിൾ ഒന്ന് ചെറുതാക്കി ഇവിടെ തന്നിട്ടുണ്ട്. 10 എന്നുള്ളത് 4 എണ്ണത്തിനുണ്ട്. ഹിന്ദു അറബിക് സിസ്റ്റത്തിന് ബേസ് 10 ആണ്. ഓക്കെ, 10 സിമ്പിൾസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു ഫീച്ചർ അത് എഴുതാം, ഇറ്റ്സ് ബേസിസ് 10. പിന്നെ വേറൊരു ഫീച്ചറാണ്, ഇറ്റ് ഹാഡ് എ സിമ്പിൾ ഫോർ സീറോ. നമ്മൾ പറഞ്ഞു സീറോയ്ക്ക് സിമ്പിൾ ഉള്ളത് ഹിന്ദു അറബിക് സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ 2 ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് സീറോ റെപ്രസെൻറ്റഡ് ഇൻ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം? ബാബിലോണിയൻ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളുടെ സമേറിയൻ നമ്പർ സിസ്റ്റം 60 ബേസ് വരുന്ന നമ്പർ സിസ്റ്റത്തിൽ സീറോ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഒരു ബ്ലാങ്ക് സ്പേസ് ഉപയോഗിച്ചിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യുക, സ്പേസ്. ഓക്കെ, ഹിന്ദു അറബിക് സിസ്റ്റത്തിൽ സീറോയ്ക്ക് സിമ്പിൾ ഉണ്ട്, ആ 0 ആ സിമ്പിൾ ഉണ്ട്. ഇവിടെ ഒരു സ്പേസ് ആണ് ഇട്ട് കൊടുക്കുക സീറോയ്ക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇസ്, ഹു ഈസ് ദി ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദി വേൾഡ്? ഫസ്റ്റ് പ്രോഗ്രാമർ ആരാണ്? ഫസ്റ്റ് പ്രോഗ്രാമർ അഗസ്റ്റ അഡ ലവ്ലേസ്, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് അഡ ലവ്ലേസ് എന്ന് പറയും. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന്. ഇവരെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ചാൾസ് ബാബേജ് അല്ലേ അനലിറ്റിക്കൽ എഞ്ചിൻ ഫസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ മോഡൽ ഉണ്ടാക്കിയത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഏകദേശം മോഡൽ തന്നെയാണ് അനലിറ്റിക്കൽ എഞ്ചിൻ്റെ മോഡൽ. ഓക്കെ, അത് കംപ്ലീറ്റ് ആക്കിയിട്ടൊന്നുമില്ല, എന്നാലും ആ ഐഡിയ, അനലിറ്റിക്കൽ എഞ്ചിൻ എന്നുള്ള ഐഡിയയിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അതിൽ വരുന്നുണ്ട്. അപ്പോൾ അനലിറ്റിക്കൽ എഞ്ചിനുള്ള ആ മെഷീനിലുള്ള പ്രോഗ്രാംസ് ഒക്കെ എഴുതിയിരുന്നത് ചാൾസ് ബാബേജിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്ന അഗസ്റ്റ അഡ ലവ്ലേസ് ആയിരുന്നു. അപ്പോൾ ആ കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമൊക്കെ എഴുതിയത് അഗസ്റ്റ അഡ ലവ്ലേസ് ആയതുകൊണ്ടാണ് ഫസ്റ്റ് പ്രോഗ്രാമറായിട്ട് അറിയപ്പെടുന്നത്. ദി ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദി വേൾഡ്. ഓക്കെ, നെക്സ്റ്റ് ഇസ്, ദി കമ്പ്യൂട്ടിംഗ് മെഷീൻ ഡെവലപ്ഡ് ബൈ ബ്ലേസ് പാസ്കൽ ഈസ് നോൺ ആസ്? ഏതാണ് ബ്ലേസ് പാസ്കൽ? നമ്മുടെ അബാക്കസ് ഉണ്ട്, ബ്ലേസ് പാസ്കൽ ഉണ്ട്, നാപ്പിയസ് ബോൺ ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള കമ്പ്യൂട്ടിംഗ് മെഷീൻസ് ഉണ്ട്. അതിൽ ബ്ലേസ് പാസ്കൽ ഉണ്ടാക്കിയിട്ടുള്ളത് പാസ്കലാണ്. യൂണിവാക്ക് ബിലോങ്സ് ടു ഡാഷ് ജനറേഷൻ? യൂണിവാക്ക് ഏത് ജനറേഷനാണ്? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറാണ് യൂണിവാക്ക്. അതിൻ്റെ ഫുൾ ഫോം ആണ് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ, യൂണിവാക്കിൻ്റെ ഫുൾ ഫോം. വാട്ട് ഈസ് മീൻ ബൈ സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ്? എന്താണ് സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ? നമ്മൾ പറഞ്ഞു ചാൾസ് ബാബേജിൻ്റെ അനലിറ്റിക്കൽ എഞ്ചിൻ, ആ അനലിറ്റിക്കൽ എഞ്ചിനിൽ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ട്, സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനൊരു മെമ്മറി ഉണ്ട്.
പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ബി സ്റ്റോർഡ്. പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനെയാണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് അനലിറ്റിക്കൽ എഞ്ചിനിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ചാൾസ് ബബേജ്. Stored program concept means data and instructions are stored in the memory. Okay. Next is say true or false. Computers can understand only machine languages. കമ്പ്യൂട്ടറിന് മെഷീൻ ലാംഗ്വേജസ് മാത്രമേ മനസ്സിലാവുള്ളൂ. ഹൈ ലെവൽ ലാംഗ്വേജ്, അതുപോലെ അസംബ്ലി ലാംഗ്വേജ് ഒക്കെ ഉണ്ട്, ഇതൊന്നും മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മെഷീൻ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുള്ളൂ. ശരിയാണോ തെറ്റാണോ? ഇറ്റ്സ് വെരി കറക്റ്റ്, ട്രൂ ആണ്. കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദി യൂസ് ഓഫ് ഡാഷ്. ക്വസ്റ്റ്യൻ കുറച്ച് തിരിച്ചു ചോദിച്ചതാണ്. അതായത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി ഏതാണ്, ഏത് ഫീച്ചറായിരുന്നു അതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഓരോ ജനറേഷനിലും ഫസ്റ്റ് ജനറേഷനിൽ വാക്യൂം ട്യൂബ്, ട്രാൻസിസ്റ്റർ, IC, മൈക്രോ പ്രോസസ്സർ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ വാക്യൂം ട്യൂബാണ് നമ്മളുടെ ആൻസർ. ഫസ്റ്റ് ജനറേഷനിൽ വാക്യൂം ട്യൂബ്, സെക്കൻഡിൽ ട്രാൻസിസ്റ്റർ, അത് മറക്കരുത്. Next is, what is the major technological advancement in the fourth generation computers? Fourth generation കമ്പ്യൂട്ടറിൽ വരുന്ന ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ഏറ്റവും ഉപയോഗിച്ചിരുന്ന ടെക്നോളജി ഏതാണ് ഫോർത്ത് ജനറേഷനിൽ? ഫോർത്തിൽ ഏതായിരുന്നു? മൈക്രോ പ്രോസസ്സറാണ് ഫോർത്ത് ജനറേഷനിൽ. ഓക്കെ, ഫിഫ്ത്ത് ജനറേഷനിലോ AI. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ഈസ് ദി ബേസ് ഓഫ് മായൻസ് നമ്പർ സിസ്റ്റം? രണ്ട് ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ദി ബേസ് ഓഫ് ദി മായൻസ് നമ്പർ സിസ്റ്റം ആൻഡ് ഗ്രീക്ക് നമ്പർ സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മായൻസ് നമ്പർ സിസ്റ്റം. മായൻസ് എന്ന് പറയുമ്പോൾ കയ്യിലെയും കാലിലെയും വിരലുകളുടെ എണ്ണം എത്രയാണ്? 20. അപ്പോൾ എത്രയാണ്? 20 ആണ് ആൻസർ. മായൻസ് നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 20 അല്ലേ? 10, 10, 10, പിന്നെ 60 സെക്സാജെസിമൽ, 60നെ സെക്സാജെസിമൽ എന്നും പറയാറുണ്ട് കേട്ടോ. പിന്നെ 20 എന്നുള്ളത് മായൻസ്, റോമൻസ് 7. അപ്പോൾ മായൻസിൻ്റെ നമ്പർ സിസ്റ്റം ഏതാണ്? മായൻസ് നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എത്രയാണ്? 20. ഗ്രീക്ക് നമ്പർ സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ്. ഗ്രീക്ക് നമ്പർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ലോനിയൻ സിസ്റ്റം. നെക്സ്റ്റ് ഇസ് വിച്ച് വാസ് ദി ഫസ്റ്റ് കമ്പ്യൂട്ടർ ഫോർ ബേസിക് അരിത്മെറ്റിക് കാൽക്കുലേഷൻസ്? ബേസിക് അരിത്മെറ്റിക് കാൽക്കുലേഷൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് കമ്പ്യൂട്ടർ, ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണ്? അത് തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇംപ്രൂവ്മെൻറ്റ്, 2019 ഇംപ്രൂവ്മെൻറ്റിന് ചോദിച്ചതാണ്. ഡാഷ് വാസ് ഡിസ്കവേർഡ് ബൈ ദി മെസ്സോപ്പൊട്ടാമിയൻസ് അറൗണ്ട് 3000 BC. മെസ്സോപ്പൊട്ടാമിയൻസ് ഡിസ്കവർ ചെയ്ത മെഷീൻ്റെ പേരെന്താണ്? യെസ്, ഇതെന്താണ്? അബാക്കസ്. അബാക്കസ് ആണ് ആൻസർ. ഈ അബാക്കസിൻ്റെ പ്രവർത്തനം അറിയില്ല നിങ്ങൾക്ക്? അബാക്കസ്, അപ്പോൾ ഇതാണ് ആദ്യത്തെ കാൽക്കുലേറ്റർ, ആദ്യത്തെ കമ്പ്യൂട്ടർ എന്നതിനെ പറയാറുണ്ട് അബാക്കസ്. ഓക്കെ, ഇതിൽ ഈ കണ്ടോ, ഈ ഫ്രെയിം ഉണ്ട്. ഈ ഫ്രെയിമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലും കുറേ ബീഡ്സ്, മുത്തുകളുണ്ട്, താഴെയും കുറേ മുത്തുകളുണ്ട്. അപ്പോൾ ഇതിൽ താഴെ ഉണ്ടാവുക 5 എണ്ണമാണ്. ഈ ഓരോന്നിനും വാല്യൂ 1 ആണ്. ഓരോ മുത്തിൻ്റെയും വാല്യൂ 1 ആണ്. മുകളിൽ കണ്ടോ 2 എണ്ണം വീതം. അപ്പോൾ മുകളിലുള്ള ഓരോ മുത്തിൻ്റെയും വാല്യൂ 5 ആണ്, താഴെയുള്ള ഓരോന്നിൻ്റെയും 1. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എങ്ങനെ നോക്കാമെന്ന് വെച്ചാൽ, ഈ സെൻറ്ററിലേക്ക് നീക്കി വെക്കൂല്ലേ, ഈ ബാറില്ലേ, ഇതിൻ്റെ സെൻറ്ററിലേക്ക് നീക്കി വരുന്ന എത്ര ബീഡ്സ് ഉണ്ടോ അതിനനുസരിച്ചാണ് അതിൻ്റെ വാല്യൂ വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നോക്കും, ഇവിടെ എത്രയാണ്? ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ? ഇവിടെ 2 എണ്ണം നീക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ താഴെയുള്ളതിൻ്റെ വാല്യൂ എത്രയാണ്? ഓരോന്നിനും 1 അല്ലേ? അപ്പോൾ ഇവിടെ 2 എണ്ണം മുകളിലേക്ക് നീക്കിയിട്ടുണ്ട്. അപ്പോൾ അത് 2 ആണ്. ഓക്കെ, അതുപോലെ ഇതെന്താണ്? ഇവിടെ 3 എണ്ണം നീക്കിയിട്ടുണ്ട് അല്ലേ? 3 എണ്ണം. അപ്പോൾ 3 എണ്ണം നീക്കുക എന്ന് പറയുമ്പോൾ 3 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് 3 ആണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലോ താഴെ 1ഉം മുകളിൽ 1 താഴേക്ക് നീക്കിയിട്ടുണ്ട്. ഈ സെൻട്രലിനോട്, ഈ റോഡിൻ്റെ അടുത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തേന് വാല്യൂ 5 അല്ലേ? അപ്പോൾ 5 + 1, അങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കൂട്ടുക. അപ്പോൾ ഇത് എത്രയാണ്? 6. അതുപോലെ ഇത് നോക്കൂ, ഇത് 4 എണ്ണം അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മുകളിൽ നിന്നൊന്നും വരുന്നില്ല, അപ്പോൾ അത് ആഡ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ 4 ആണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ 2364 ആണ് ഈ അബാക്കസിൽ ഇപ്പോൾ കാണിക്കുന്ന വാല്യൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ പൊസിഷൻ. ഓക്കെ, ഈ പൊസിഷൻ അനുസരിച്ചാണ് ഇവിടെ നമ്പർ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് അബാക്കസ്, ഫസ്റ്റ് കമ്പ്യൂട്ടർ ഫോർ അരിത്മെറ്റിക് കാൽക്കുലേഷൻസ് ഡെവലപ്ഡ് ബൈ മെസ്സോപ്പൊട്ടാമിയൻസ്. നെക്സ്റ്റ് ഇസ് കമ്പ്യൂട്ടിംഗ് മെഷീൻസ് ആർ റെക്കഗ്നൈസസ് ആൻഡ് ഓപ്പറേറ്റ്
ഇൻ ഡാഷ് ലാംഗ്വേജ്. നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, കമ്പ്യൂട്ടേഴ്സിന് ഏത് ലാംഗ്വേജ് അറിയുള്ളൂ? മെഷീൻ ലാംഗ്വേജ്. സോ മെഷീൻ ലാംഗ്വേജ് ആണ് ആൻസർ. കമ്പ്യൂട്ടിംഗ് മെഷീൻസ് റെക്കഗ്നൈസസ് ദി ഓപ്പറേഷൻസ് ഇൻ മെഷീൻ ലാംഗ്വേജ്. Give the name for a simple kind of theoretical computing machine. ഒരു കമ്പ്യൂട്ടറിൻ്റെ മോഡൽ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ മോഡൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് മെഷീൻ്റെ പേരാണ് ട്യൂറിംഗ് മെഷീൻ. ഒരു മെഷീനെ നമുക്ക് പഠിക്കാനുള്ളത് അതാണ് ട്യൂറിംഗ് മെഷീൻ. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് അത് എന്താണെന്നുള്ളതൊന്ന് റിവൈസ് ചെയ്യാം. ട്യൂറിംഗ് മെഷീൻ, ഈ ട്യൂറിംഗ് മെഷീൻ ഡെവലപ്പ് ചെയ്തത് അലൻ ട്യൂറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യനാണ്. അലൻ ട്യൂറിംഗ്. ഈ അലൻ ട്യൂറിങ്ങിനെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവെന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവും എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചാൾസ് ബബേജിനെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയും, അലൻ ട്യൂറിങ്ങിനെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, 5th ജനറേഷനിലൊക്കെ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതും ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് അലൻ ട്യൂറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും പിതാവായിട്ട് അലൻ ട്യൂറിംഗ് അറിയപ്പെടുന്നുണ്ട്. ഇനി ആ ട്യൂറിംഗ് മെഷീൻ ഒന്ന് നോക്കും. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉത്തമ മാതൃകയാണ്. അത് ഡെവലപ്പ് ചെയ്തത് അലൻ ട്യൂറിംഗ് ആണ്. അതുകൊണ്ട് അതിനെ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയും. ഇതാണ് ആ മെഷീൻ. ഇവിടെ കണ്ട ഒരു ടേപ്പ്, വലിയൊരു ടേപ്പ്, ഒരു ലാർജ് ടേപ്പ് ഇവിടെ ഉണ്ട്. ആ ടേപ്പിലാണ് വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ട്യൂറിംഗ് യന്ത്രത്തിൽ അനന്തമായി നീളുന്ന ഒരു പേപ്പർ ടേപ്പ് ഉണ്ട്. നമ്മൾ പറയില്ല ഈ ടേപ്പ്. ഇത് യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ മെമ്മറിയെ പോലെ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഒരു മെമ്മറി പോലെയാണ്. ഇതിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ടേപ്പിലെ സെല്ലുകൾ തുടക്കത്തിൽ ശൂന്യമായിരിക്കും. പിന്നീട് ഇതിന് മുകളിൽ നിർദ്ദേശമനുസരിച്ച് 1, 0 എന്നിവ ആലേഖനം ചെയ്യും. 3 സിമ്പിൾസ് ആണ് കേട്ടോ ഉപയോഗിക്കുക. 0, 1, ബ്ലാങ്ക്. ഓക്കെ, അപ്പോൾ ആദ്യം 0 കൊടുക്കും, പിന്നെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് 1, 0 എന്നുള്ള വാല്യൂ ഇതിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വരും. ഡീറ്റെയിൽ ആയിട്ട് ട്യൂറിംഗ് മെഷീൻ്റെ വർക്കിങ്ങും നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ഒരു ട്യൂറിംഗ് മെഷീൻ എന്താണ് എന്നുള്ള കാര്യമൊന്ന് നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു മാതൃകയാണ് ട്യൂറിംഗ് മെഷീൻ. ഡെവലപ്പ് ചെയ്തത് അലൻ ട്യൂറിംഗ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും പിതാവായി അറിയപ്പെടുന്നു. ഓക്കെ, കമ്പയർ റോമൻ ആൻഡ് മയൻസ് നമ്പർ സിസ്റ്റം. അപ്പോൾ മായൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ഇത് നമ്പർ സിസ്റ്റമാണ്. സ്പെല്ലിങ്സ് ഒന്ന് ശ്രദ്ധിക്കണേ, നമ്പർ സിസ്റ്റം. ഓക്കെ, മാർച്ച് 2018 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാനേ ചോദിച്ചിട്ടില്ല, എങ്ങനെ കമ്പയർ ചെയ്യണമെന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന രീതിയിൽ ഏതൊക്കെയാണോ നമുക്ക് ഓർമ്മ വരുന്നത് അത് വെച്ച് നമുക്ക് രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് പറയാം. റോമൻസ്, മായൻസ് പിന്നെ നിങ്ങൾ തിരിക്കണം, 20 വിരലുണ്ട്. അപ്പോൾ 20 അതിൻ്റെ ബേസ്. റോമൻ ആണെങ്കിൽ നമ്മൾ പിന്നെ റെപ്രസെൻ്റ് ചെയ്യില്ലേ, 1, 2, 3 എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് നിങ്ങൾക്ക് ഏത് നമ്പർ സിസ്റ്റം ചോദിക്കുകയാണെങ്കിലും ബേസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ റോമൻസിൻ്റെ 7 ആണ്, മായൻസിൻ്റെ 20 ആണ്. ഇനി യൂസ്ഡ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസസ്. റോമൻസിൻ്റെ നമ്പർ സിസ്റ്റം മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് കൺസ്ട്രക്റ്റിംഗ് റോഡ്സ്, ബ്രിഡ്ജ്, പാലം ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ കാര്യങ്ങളിലൊക്കെ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് റോമൻ നമ്പർ സിസ്റ്റം യൂസ്ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മായൻസ് നമ്പർ സിസ്റ്റം കുഡ് പ്രൊഡ്യൂസ് ആക്യുറേറ്റ് മെഷർമെൻറ്റ്സ്, വളരെ കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് ചെയ്യാൻ മായൻസ് നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ, ആസ്ട്രോണമിക്കൽ മെഷർമെൻറ്റ്സ്, മാത്തമാറ്റിക്കൽ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കാനായിട്ട് മായൻ നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കമ്പയർ ദി അനലിറ്റിക്കൽ എഞ്ചിൻ ആൻഡ് ഡിഫറൻസ് എഞ്ചിൻ ഓഫ് ചാൾസ് ബബേജ്. ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അനലിറ്റിക്കൽ എഞ്ചിൻ, ഡിഫറൻസ് എഞ്ചിനൊക്കെ ചോദിക്കാറുണ്ട്. അത് ആരുടെയാണ്? ചാൾസ് ബബേജ് ആണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഡിഫറൻസ് എഞ്ചിൻ, അനലിറ്റിക്കൽ എഞ്ചിൻ. ഈ ഡിഫറൻസ് എഞ്ചിൻ്റെ പ്രത്യേകത എന്താണ്? ഡിഫറൻസ് എഞ്ചിൻ കുഡ് പെർഫോം ഓൺലി അരിത്മെറ്റിക് കാൽക്കുലേഷൻസ് ആൻഡ് പ്രിൻറ്റ് റിസൾട്ട്സ് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അതെന്ത് ചെയ്തിരുന്നു? അരിത്മെറ്റിക് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ഉപയോഗിക്കുക. അത് മാത്രമേ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നുള്ളൂ. റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻറ്റ് ചെയ്യും. ആ അരിത്മെറ്റിക് കാൽക്കുലേഷൻസിൻ്റെ റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻറ്റ് ചെയ്യും. മാത്തമാറ്റിക്കൽ ടേബിൾസ് ഒക്കെ അനലൈസ് ചെയ്യാനും കമ്പൈൽ ചെയ്യാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അനലിറ്റിക്കൽ എഞ്ചിൻ ആണെങ്കിലും അതൊന്നുകൂടിയും ഡിഫറൻസ് എഞ്ചിൻ്റെ ഒന്നുകൂടി ഒരു മോഡിഫൈഡ് ഫോമാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. ഇറ്റ് വാസ് ദി റിയൽ പ്രീഡിസസർ ഓഫ് മോഡേൺ ഡേ കമ്പ്യൂട്ടർ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഒരു യഥാർത്ഥ രൂപമാണ് അനലിറ്റിക്കൽ എഞ്ചിൻ ഉണ്ടായിരുന്നത്. ഓക്കെ, യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് കാൽക്കുലേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞു അരിത്മെറ്റിക് കാൽക്കുലേഷന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക. പക്ഷേ അനലിറ്റിക്കൽ എഞ്ചിൻ ജനറൽ പർപ്പസായി എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലെ അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, എന്ത് കാൽക്കുലേഷൻ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അതാണ് അനലിറ്റിക്കൽ എഞ്ചിൻ്റെ.
അതുപോലെ ഇറ്റ് ഹാഡ് വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്, ഇറ്റ് ഹാഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ആൻഡ് എ പ്രോസസ്സർ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അതേ കമ്പ്യൂട്ടറിൻ്റെ മോഡലാണ് അതിൽ. ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസസും ഉണ്ട്, മെമ്മറി ഉണ്ട്, CPU ഉണ്ട്. അപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ ഇതിലുണ്ട്. അനലിറ്റിക്കൽ എഞ്ചിൻ, ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇതിൽ അരിത്മെറ്റിക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. മാത്തമാറ്റിക്കൽ ടേബിൾ കമ്പൈൽ ചെയ്യാം. അതുപോലെ മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ ഒരു രൂപമാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. ജനറൽ പർപ്പസ് ആണ്. ഇന്നത്തെ പോലെ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, മെമ്മറി, CPU ഒക്കെ ഉള്ള കമ്പ്യൂട്ടറാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുകൊണ്ട് തന്നെ ഈ 2 ഡെവലപ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് ചാൾസ് ബബേജിനെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. അതും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ചാൾസ് ബബേജിനെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്? Charles Babbage's great inventions, difference engine and analytical engine, earned Charles Babbage the title father of computer. Difference എഞ്ചിൻ്റെയും അനലിറ്റിക്കൽ എഞ്ചിൻ്റെയും ഇൻവെൻഷൻ, കണ്ടുപിടുത്തം കൊണ്ടാണ് ചാൾസ് ബബേജിനെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഈ 2 മെഷീനും ഡെവലപ്പ് ചെയ്തത് കൊണ്ടാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആരായിരുന്നു? ട്യൂറിംഗ് മെഷീൻ കണ്ടുപിടിച്ചിട്ടുള്ള അലൻ ട്യൂറിംഗ്. ഓക്കെ, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബബേജ്. നെക്സ്റ്റ് ഇസ് ഡിസ്കസ് ദി എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. അത് തന്നെ ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് 19. വാട്ട് ഡു യു മീൻ ബൈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. കമ്പ്യൂട്ടർ ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്, ലാംഗ്വേജസ് ആർ യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കമ്പ്യൂട്ടേഴ്സ് ബൈ റൈറ്റിംഗ് പ്രോഗ്രാംസ്. ലാംഗ്വേജ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്തിനാ ഉപയോഗിക്കുക? കമ്പ്യൂട്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ആർ യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കമ്പ്യൂട്ടർ. ഇനി എങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ബൈ റൈറ്റിംഗ് പ്രോഗ്രാംസ്. നമ്മൾ സാധാരണ ഇതുപോലെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ കമ്പ്യൂട്ടറിനോട് പറ്റില്ല. നമ്മൾ പ്രോഗ്രാംസ് എഴുതി കൊടുത്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കമ്പ്യൂട്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഓർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. 3 ടൈപ്പിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണുള്ളത്. മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. മെഷീൻ ലാംഗ്വേജ് ഇറ്റ് വാസ് ദി ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ലാംഗ്വേജ് ആണ് ഇത് മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ അതിൽ കൺസിഡേർഡ് ഓഫ് സ്ട്രിങ്സ് ഓഫ് ബൈനറി ഡിജിറ്റ് 0 and 1. അതിൽ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ 0ഉം 1ഉം മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 2 സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, എല്ലാ ഡ്രോബാക്സ് എന്തൊക്കെയാണ്? ഈ 0, 1 മാത്രം ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? എന്തൊക്കെയായിരുന്നു? മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ മെഷീനനുസരിച്ചാണ് പ്രോഗ്രാം എഴുതുക. ഒരു മെഷീനിൽ എഴുതിയ പ്രോഗ്രാം വേറൊരു മെഷീനിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ മെഷീനനുസരിച്ചാണ് പ്രോഗ്രാം എഴുതുക. ഓക്കെ, ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ എറേഴ്സ്. വെറും 0, 1 ഉപയോഗിച്ചിട്ടാണ് പ്രോഗ്രാം എഴുതുക. അപ്പോൾ എവിടെയെങ്കിലും ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അതായത് പ്രോഗ്രാമിൽ കുറേ 0, 1 മാത്രമായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ, മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ഇസ് ദി പ്രോഗ്രാമേഴ്സ് നീഡഡ് ടു ഹാവ് എ ഗുഡ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. കമ്പ്യൂട്ടറിൻ്റെ ഒരു ഘടനയെ പറ്റിയുള്ള ഒരു നന്നായിട്ട് അറിയുന്ന ആൾക്ക് മാത്രമേ പ്രോഗ്രാം എഴുതാൻ പറ്റുള്ളൂ. ഇത് 3 അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ്. മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്, എറർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, നല്ല കമ്പ്യൂട്ടർ സ്ട്രക്ചർ അറിയുന്നവർക്ക് മാത്രമേ പ്രോഗ്രാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അടുത്ത ടൈപ്പ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ പുതിയ കാര്യങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? പഴയതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് പുതിയ കാര്യങ്ങൾ വരുന്നത്, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെഷീൻ ലാംഗ്വേജസിന് ഈ പ്രോബ്ലം ഉള്ളത് കൊണ്ട് അസംബ്ലി ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്തു. ഈ അസംബ്ലി ലാംഗ്വേജ് ഒന്നുകൂടി ഈസിയാണ്. ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് സ്ട്രിങ്സ് ഓഫ് ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ്. ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ആഡ്, നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സമ്മ് കാണാനൊക്കെ നമ്മൾ പ്ലസ് മൈനസ് എന്നുള്ള സിമ്പിൾസ് ഒക്കെ ഉപയോഗിക്കില്ലേ? അതുപോലെ അസംബ്ലി ലാംഗ്വേജിൽ അഡീഷന് വേണ്ടിയിട്ട് ആഡ്, അതുപോലെ സബ്ട്രാക്ഷന് SUB, അതുപോലെയുള്ള ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ ആയിരുന്നു ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ ഒരു ഫീച്ചറാണ്. 0, 1 മാറിയിട്ട് എന്താക്കി? ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് ഉപയോഗിക്കും. യൂസ്ഡ് ഇൻ എഡ്സാക്കിലാണ് ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ചത്. ഓക്കെ, ഇനി അതിൻ്റെ അതിനും പ്രശ്നങ്ങളുണ്ട്. ഇതും മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതും ഒരു മെഷീനനുസരിച്ചാണ് പ്രോഗ്രാം എഴുതുക. പ്രോഗ്രാംസ് റിട്ടേൺ ഇൻ അസംബ്ലി ലാംഗ്വേജസ് വേർ നോട്ട് പോർട്ടബിൾ. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. പക്ഷേ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ ഒരു പ്രോഗ്രാമിനെ നമുക്ക് വേറൊരു സിസ്റ്റത്തിലേക്ക് റൺ ചെയ്യാൻ പറ്റില്ല. അത് പോർട്ടബിൾ അല്ല. അത് ഓരോ മെഷീനും വേറെ തന്നെ എഴുതണം. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് പോർട്ടബിൾ. അപ്പോൾ എന്താണ്? മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്, നോട്ട് പോർട്ടബിൾ ആണ്.
ഇനി അതിലും പ്രശ്നങ്ങളുണ്ട്. മെഷീൻ ഡിപ്പെൻഡൻ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ മൂന്നാമതൊരു ടൈപ്പ് ജനറേഷൻ ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്തു. അതാണ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. കൺസിസ്റ്റഡ് ഓഫ് ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ്. ഇവിടെ അത് നമ്മൾ ഒന്നും കൂടി മനസ്സിലാകുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് ആണ് ഉപയോഗിക്കുക. ഫസ്റ്റ് യൂസ്ഡ് ഇൻ യൂണിവർക്ക് 1. ഓക്കെ, ഇത് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. മെഷീൻ ഡിപ്പെൻഡൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ എഴുതിയ ഒരു പ്രോഗ്രാം നമുക്ക് വേറൊരു കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്ത് നമുക്ക് അവിടെ വർക്ക് ചെയ്യാം. ഓക്കെ, മെഷീൻ ഡിപ്പെൻഡൻ്റ് അല്ല. ഒരു മെഷീനിന് വേണ്ടിയിട്ട് എഴുതിയ പ്രോഗ്രാം നമുക്ക് വേറെ ഏത് മെഷീനിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഈസി ടു റൈറ്റ് പ്രോഗ്രാംസ്. അതിൽ 0, 1 ഒന്നുമല്ല ഉപയോഗിക്കുക. ഇംഗ്ലീഷിൽ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെ ഈസി ആയിട്ട് പ്രോഗ്രാംസ് എഴുതാം. ഓക്കെ, ലെസ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിയണമെന്നൊന്നുമില്ല. കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഒന്നും നമുക്ക് അറിയണമെന്നില്ല. അങ്ങനെ അറിയാത്ത ആൾക്കാർക്കും പ്രോഗ്രാം എഴുതാനായിട്ട് പറ്റും. ഹൈ ലെവൽ ലാംഗ്വേജ്. ഇപ്പോൾ നമ്മളൊക്കെ പ്രോഗ്രാം എഴുതുന്നുണ്ട്. നമുക്കൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ നമ്മൾ പ്രോഗ്രാം എഴുതാം? അല്ല. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നില്ല. ബാക്കി രണ്ടെണ്ണത്തിലും അത് വേരിയസ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇത് നമ്മൾ പറഞ്ഞതാണല്ലോ, ഇനിയും പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് ആണുള്ളത്. വാക്യൂം ട്യൂബ്, ട്രാൻസിസ്റ്റർ, IC, മൈക്രോ പ്രോസസ്സർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിൽ 2 ഇല്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവിടെ 3 ഉണ്ടായിരുന്നു. പിന്നെ സൈസും ഇത് പറഞ്ഞല്ലേ, ഇത് പെട്ടെന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് തന്നെ ഇവിടെ നോക്കൂ. ഞാൻ ഈ സൈഡിൽ എഴുതിയതൊക്കെ മാർച്ച് 2020 മാർച്ച് 2019 ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ പറ്റി മാത്രം. അപ്പോൾ ഈ ആദ്യത്തെ ലൈന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഫസ്റ്റ് ജനറേഷനെ പറ്റി എഴുതാൻ പറഞ്ഞാൽ ഇത് മാത്രം എഴുതാം. ഓക്കെ, ഈ ടേബിൾ ഓർത്തിരുന്ന ഏത് ജനറേഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇതാണ് ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് ഉള്ളത് ഒന്നാമത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്നാമത്തെ വലിയ സൈസാണ്, സ്ലോ ആണ്, കുറേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, പവർ കൂടുതൽ വേണം, ഇലക്ട്രിസിറ്റി കൺസംഷൻ ഹൈ ആണ്, കുറേ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലംസ്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്തു ബാക്കിയുള്ളതിൽ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ സ്മോളർ, ബാക്കിയുള്ളതിലൊക്കെ സ്മോളർ എന്ന് എഴുതാം കമ്പയർ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്നും വലുതാണ്, ഫാസ്റ്റർ ആണ് എന്നൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ട് നമുക്ക് വലുതായിട്ട് തോന്നും. അപ്പോൾ ഒന്നൊക്കെ കമ്പയർ ചെയ്തിട്ടുള്ള അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏത് ജനറേഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് ഓർത്തിരുന്നാൽ മതി. അത് ഇംപ്രൂവ്മെൻറ്റ് 2019 ചോദിച്ചതാണ്. ഇനി ഇംപ്രൂവ്മെൻറ്റ് 2018 ചോദിച്ചത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർത്ത് ജനറേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ ഫോർത്തിലൊക്കെ വരുമ്പോഴേക്കും സ്മോളറായി, ഫാസ്റ്ററൊക്കെ ആയി. മൈക്രോ പ്രോസസ്സറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. നെക്സ്റ്റ് ഈസ് ഡ്രോ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഓഫ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇത് നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ല വരയ്ക്കുക. ഇൻപുട്ട് ഉണ്ട്, ഇവിടെ ഔട്ട്പുട്ട് ഉണ്ട്, പിന്നെ ഇവിടെ CPU ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതേ കമ്പ്യൂട്ടറിൻ്റെ മോഡൽ ഡെവലപ്പ് ചെയ്തു ജോൺ വോൺ ന്യൂമാൻ. Okay, John von Neumann developed a computer architecture which forms the core of the computer system in use today. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയത് ജോൺ വോൺ ന്യൂമാൻ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മോഡലിനെ ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, മാർച്ച് 2020 ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിലും മാർച്ച് 18 ചിത്രം വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്, ഡ്രോ. ഓക്കെ, അപ്പോൾ ഇത് മാർച്ച് 2018 അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ മോഡൽ തന്നെ വരയ്ക്കുക. ഇൻപുട്ട്, CPU, മെമ്മറി, ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ മോഡലാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് CPU, ALU, CU, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ആൻഡ് മെമ്മറി. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പോലെയുള്ള എല്ലാ കമ്പോണൻസും അതിനുണ്ടായിരുന്നു. ദിസ് മോഡൽ ഇംപ്ലിമെൻറ്റ്സ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് in which data and instructions are stored. നമ്മൾ പറഞ്ഞു ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിലും പ്രോഗ്രാംസ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. വോൺ ന്യൂമാൻ എന്ന ഗണിതശാസ്ത്രജ്ഞനാണ് ഇന്ന് ഉപയോഗത്തിലുള്ള കമ്പ്യൂട്ടറിൻ്റെ രൂപഘടന ആദ്യമായി നിർമ്മിച്ചത്. ഈ മാതൃക വോൺ ന്യൂമാൻ്റെ രൂപഘടന എന്ന പേരിൽ പ്രസിദ്ധമായി. അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റും അടങ്ങിയ CPU, ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, ഡാറ്റ, നിർദ്ദേശങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സ്റ്റോറേജ് യൂണിറ്റ് എന്നിവ ഉൾപ്പെട്ടതാണ് ഈ മാതൃക.
ഇതിൽ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഉപയോഗിച്ചിരുന്നു. അതായത് ഡാറ്റയും പ്രോഗ്രാമുകളും മെമ്മറിയിൽ ശേഖരിച്ച ശേഷമാണ് പ്രോസസ്സിംഗ് നടത്തിയിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കമ്പോണൻസും ഉള്ള ഒരു മോഡലാണ് ഈ ജോൺ വോൺ ന്യൂമൻ ആർക്കിടെക്ചറിന് ഉള്ളത്. അതുകൊണ്ടാണ് അത് എത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പിക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എക്സ്പാൻഡ് ദി ഫോളോയിങ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ENIAC VLSI ഫുൾ ഫോം മാർച്ച് 2019 ചോദിച്ചു. ENIAC എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. അത് ഫുൾ ഫോം ഒക്കെ കുറേ ഉണ്ടാകും, നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. അത് ഞാൻ ആ ഫസ്റ്റ് ടേബിൾ തന്നിട്ടുള്ള കുറേ എക്സാമ്പിൾ ഓരോ ജനറേഷനിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറിൻ്റെ പേരുകളുണ്ട്. അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ നോട്ടിലൊക്കെ നോക്കിയിട്ട് അത് എഴുതി വയ്ക്കുക, ഫുൾ ഫോം എഴുതി വയ്ക്കുക. VLSI വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടർ ജനറേഷൻ പറഞ്ഞപ്പോൾ അതിൽ വരുന്ന വേർഡാണ് VLSI. ഓക്കെ, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. IC പറഞ്ഞപ്പോൾ 4th ജനറേഷനിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് പറഞ്ഞില്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മിനിമം ഇതെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഈ ചാപ്റ്ററിൽ നിന്ന്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.